കമ്മ്യൂണിസ്റ്റ് വിരോധം മൂത്തിട്ടേ ഈ കേരളത്തിലെ പിണറായിയെ കാണുമ്പോൾ രാവിലെ കാലിന്റെ അടിയിൽ നിന്ന് പിന്നെ മുതലാളിക്ക് ലേശം കിലുക്കുണ്ടാവും, അതവിടെ കിലുങ്ങി നിൽക്കുള്ളൂ. ഇനിയും ഭരിക്കും കേരളത്തിൽ പിണറായി. ഇന്നലെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇന്നലെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ആ റിപ്പോർട്ട് ഇവിടെ മുഖ്യമന്ത്രിക്ക് കൊണ്ടേ കൊടുത്തു. അപ്പം തന്നെ ഞാൻ TV ചാനൽ തുറന്നു നോക്കി. അപ്പോൾ TV ചാനലിൽ നടപടി എടുത്തില്ല. എപ്പോൾ റിപ്പോർട്ട് കിട്ടി അപ്പം തന്നെ നടപടി. ഇതൊന്ന് വായിച്ചു നോക്കട്ടെ. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോട് എനിക്ക് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ ഈ വാർത്ത കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇതൊക്കെ ഒന്ന് വായിക്കാനുള്ള സമയം തരണം. അത് തരണ്ടേ? അല്ല, നേരം വൈകി ഇപ്പോൾ 3 മണിക്കൂറായി. നാളെ ഞാൻ കണ്ടു ഒരു ആശുപത്രിയിൽ കറണ്ട് പോയി. എന്തോ ആ തകരാറാ. അത് നേരെയാക്കാൻ 2-3 മണിക്കൂർ എടുത്തു. വരാണ്ട് ചെന്നിട്ട് 2 മണിക്കൂർ 22 മിനിറ്റായി, 2 മണിക്കൂർ 23 മിനിറ്റായി, 2 മണിക്കൂർ 24 മിനിറ്റായി, 2 മണിക്കൂർ 25 മിനിറ്റായി. എവിടുന്ന് വന്ന ആൾക്കാരെ വരും? ഏത് നാട്ടിൽ നിന്ന് വന്നവരാണ്? ഇങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചരണം നടത്താൻ പാടുണ്ടോ? നിങ്ങൾ കണ്ടില്ലേ തിരുവനന്തപുരത്ത് ആശുപത്രിയുടെ കറണ്ട് പോയതിന്? ഈ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തിൻ്റെ അല്ല 16 മണിക്കൂർ ആ കറണ്ട് പോകുന്നത്. നിങ്ങൾ മറക്കണ്ട. ഡൽഹി കണ്ടിട്ടുണ്ട് നിങ്ങൾ? ഡൽഹി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കേരളത്തിലെ 6 വരി പാത ഏറ്റവും നീളത്തിൽ 600 കിലോമീറ്റർ വെട്ടിക്കൊണ്ടിരിക്കപ്പോൾ നിങ്ങൾ പോയി നോക്കിയിട്ടുണ്ടോ? അവിടെ ഇന്ത്യ ചരിത്രത്തിൽ ഇത്ര വേഗത്തിൽ ഇത്ര നല്ല റോഡ് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. 6 വരി പാത, അതിന് 2 സർവീസ് റോഡ്, രണ്ടും കൂടി കൂട്ടിയാൽ 8 വരി ഏറ്റവും വേഗത്തിൽ. അതിലേക്ക് 5000 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റിന്റെ വക ഇതെല്ലാം കൊടുത്ത് വേഗത്തിൽ റോഡ് പണിയുന്ന കേരളത്തിലേ ഇവിടെ കുറച്ച് മാധ്യമക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഈ മഴയൊക്കെ പെയ്യുമ്പോൾ റോട്ടിൽ ഒരു കുഴിയില്ലാണ്ടിരിക്കുമോ? കുഴിയില്ലാത്ത റോഡ് ലോകത്തുണ്ടാവോ? ഏതെങ്കിലും പഞ്ചായത്ത് റോട്ടിൽ കുഴിയില്ലാത്ത നാട്ടിലുണ്ടാവോ? ലോക ചരിത്രത്തിലുണ്ടാവോ? ഈ മാധ്യമം വടി പിടിച്ചോനെ പ്രധാനമന്ത്രിയൊക്കെ ഇവിടുത്തെ റോട്ടിലെ കുടി ഇല്ലാണ്ടാവും പോണ്ടോ? എന്നിട്ട് ഇറങ്ങിയിരിക്കുക ഒരു ഉന്തുവണ്ടി 3 വാഴക്കൊലിയേറ്റ്. കേരളത്തിലെ കുഴികൾ റോഡായി പോയി പണിയൊക്കെടും. എവിടെ എത്തി വരുന്നു? കമ്മ്യൂണിസ്റ്റ് വിരോധം മൂത്തിട്ടേ ഈ കേരളത്തിലെ പിണറായിയെ കാണുമ്പോൾ രാവിലെ കാലിന്റെ അടിയിൽ നിന്ന് പിന്നെ മുതലാളിക്ക് ലേശം കിലുക്കുണ്ടാവും, അതവിടെ കിലുങ്ങി നിൽക്കുള്ളൂ. ഇനിയും ഭരിക്കും കേരളത്തിൽ പിണറായി. ഇതാണോ വിചാരിച്ചിരിക്കുന്നത്? ഇങ്ങനെയാണോ നിങ്ങൾ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ന്യായമായി ഞങ്ങളെ വിമർശിക്കാട്ടോ, ഒരു വിരോധമില്ല. വിമർശിക്കണ്ടേ? വിമർശനം ജനാധിപത്യത്തിന്റെ ഭാഗമല്ലേ? നിങ്ങളും ഞങ്ങളും ജനാധിപത്യ വിശ്വാസികളല്ലേ? ഞങ്ങളെ നന്നായി വിമർശിച്ചോളൂ. പക്ഷേ നിങ്ങൾക്കൊരു പരിക്കുണ്ടാവുന്ന രൂപത്തിൽ വിമർശിക്കണ്ട എന്നാണ് ഞാൻ പറയുന്നത്. നല്ല നിലയ്ക്ക് പോട്ടെ, നല്ല വിമർശനം. നിങ്ങൾക്കൊരു തെറ്റ് പറ്റാതിരിക്കാനുള്ള വിമർശനം. അത് രാഷ്ട്രീയ എതിരാളികളെല്ലാം ചെയ്യണം, തെറ്റില്ല. കളവ് പറയാൻ പാടില്ല, കളവ് പറയരുത്.